നമസ്കാരം. AS മാത്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരും സ്വാഗതം ചെയ്യുന്നു. ഞാൻ അഖിൽ. ഇന്ന് നടന്ന KAS അതിൻ്റെ അകത്തെ മാത്സ് ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ തന്നിട്ടുണ്ട്. A+B എന്നാൽ A Bയുടെ മകളാണ്. A+B എന്നാൽ A Bയുടെ മകൾ എന്നും അങ്ങനെ താഴോട്ട് വരുന്നു. നമുക്കിങ്ങോട്ട് നോക്കാം. P+Q - R × S / T ആണെങ്കിൽ P Tയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം. P+Q എന്നാണ് പറഞ്ഞേക്കുന്നത്. P പ്ലസ് എന്തുവാന്ന് അന്വേഷിച്ച് പോകണം. പ്ലസ് ഈ പ്ലസ് എന്തുവാന്ന് അന്വേഷിച്ചാൽ A+ എന്നാൽ A Bയുടെ മകളാണ്. അപ്പോൾ A മകളാണെന്ന അർത്ഥം, മകൾ. അപ്പോൾ P+ എന്ന് പറഞ്ഞാൽ P മകളാണ്. അപ്പോൾ P എന്ന് പറയുന്ന കഥാപാത്രം മകളാണ്. മകൾ ആരുടെ മകളാണ്? ആരുടെ മകളാ? അതിന് ശേഷം നിൽക്കുന്ന ആളുടെ മകൾ Qൻ്റെ മകളാണ്. Q. ഓക്കെ. ഇനി ഈ മൈനസ് കണ്ട് മൈനസ് അങ്ങനെ പറഞ്ഞേക്കുന്നത് A+ എന്ന് പറഞ്ഞാൽ A Bയുടെ മകളാണ്. A മകളാണ്. A ഡിവിഷൻ എന്ന് കണ്ടാൽ A Bയുടെ അമ്മയാണ്. A അമ്മയാണെന്ന് അർത്ഥം Bയുടെ. അപ്പോൾ നമുക്കിവിടെ കിടക്കുന്ന മൈനസാണ്. അപ്പോൾ മൈനസ് കണ്ടാൽ അതാണ്ട് ഇവിടെ കിടക്കുന്നു A- എന്നാൽ A Bയുടെ പിതാവാണ്. അപ്പോൾ പിതാവാണെന്ന് അർത്ഥം. മൈനസ് കണ്ട A- എന്ന് കണ്ടാൽ A പിതാവാണെന്ന് അർത്ഥം. ആരുടെ? അതിന് ശേഷം കിടക്കുന്ന Bയുടെ. അപ്പോൾ Q- കണ്ടാൽ Q പിതാവാണ്. അപ്പോൾ Q ഒരു പിതാവാണ്. Q പിതാവാണ്. ആരുടെ? അതിന് ശേഷം കിടക്കുന്ന Rൻ്റെ. അപ്പോൾ Q എന്ന് പറയുന്ന ആൾ പിതാവാണ്. ആരുടെ? അതിന് ശേഷം കിടക്കുന്ന Rൻ്റെ. ഓക്കെ. ഇനി R ഇൻറ്റു എന്ന് കണ്ടാൽ R ഇൻറ്റു മൾട്ടിപ്ലിക്കേഷൻ കണ്ടാൽ ആദ്യം A ഇൻറ്റു എന്താണെന്ന് അന്വേഷിച്ച് പോകണം. A ഇൻറ്റു എന്നാൽ A Bയുടെ മകനാണ്. A മകനാണെന്നാണ് പറയുന്നത്. A ഇൻറ്റു എന്ന് കണ്ടാൽ A മകനാണ്. ആരുടെ? Bയുടെ. അപ്പോൾ R ഇൻറ്റു എന്ന് കണ്ടാൽ R മകനാണ്. ആരുടെ? ആ ഇൻറ്റുവിന് ശേഷം നിൽക്കുന്ന ആളുടെ എസ്സിൻ്റെ. അപ്പോൾ R മകനാണ്. ആരുടെ? എസ്സിൻ്റെ. അപ്പോൾ എസ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ വൈഫ് ആവാനായിരിക്കുമല്ലോ സാധ്യത. അപ്പം എസ്സിൻ്റെ മകനാണെന്നാണ് പറഞ്ഞേക്കുന്നത്, മകൻ. അപ്പം Qൻ്റെ എസ്സിൻ്റെ മക്കളെ P-യും R-ഉം എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞ്. ഇനി അടുത്ത S ഡിവിഷൻ എന്ന് കണ്ട. അപ്പോൾ A / എന്ന് കണ്ടാൽ A Bയുടെ അമ്മയാണ്. A അമ്മയാണെന്ന് അർത്ഥം. A / എന്ന് കണ്ടാൽ A അമ്മയാണ്. S / എന്ന് കണ്ടാൽ S അമ്മയാണ്. ആരുടെ? Tയുടെ. S അമ്മയാണ്. ആരുടെ? Tയുടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അതായത് Qൻ്റെ എസിൻ്റെ മക്കളായി നിരന്നിരിക്കുന്നത്. മനസ്സിലായോ? നമുക്ക് എന്തോ ചോദ്യം ആണെങ്കിൽ P Tയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? P Tയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? P Tയുടെ ആരാ? P Tയുടെ ആരാ? P സഹോദരൻ. അപ്പോൾ P എന്നത് Tയുടെ സഹോദരനാണ്. P എന്നത് Tയുടെ സഹോദരിയാണ്. P എന്നത് Tയുടെ സഹോദരിയാണ്. ഓപ്ഷൻ ബി. സഹോദരിയാണല്ലോ, സഹോദരിയെ നമ്മൾ ഈ വട്ടം ഇട്ട് വെച്ചത് കേട്ടോ. അല്ലെങ്കിൽ തന്നെ A+ എന്ന് കണ്ടാൽ A Bയുടെ മകളെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ P+ എന്ന് കണ്ടാൽ P Qൻ്റെ മകളാണ്. അപ്പോൾ ഇത് മകൾ. അപ്പോൾ Tയുടെ സഹോദരിയാണ്. അപ്പോൾ ഓപ്ഷൻ ബി ഉത്തരം. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. X എന്നത് ഒരു മൂന്നക്ക സ്വാഭാവിക സംഖ്യയാണ്. സ്വാഭാവിക സംഖ്യ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പറിനെ മലയാളീകരിച്ചതാണ് കേട്ടോ. ഓക്കെ. X എന്നത് ഒരു മൂന്നക്ക സംഖ്യയാണ്. അതിനാൽ ആ സംഖ്യയും അതിൻ്റെ വിപരീത സംഖ്യ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അക്കങ്ങളെ നേരെ തിരിച്ചെഴുതുന്ന സംഖ്യ കേട്ടോ. ഇപ്പം 123ൻ്റെ വിപരീത സംഖ്യ എന്ന് പറഞ്ഞാൽ 321. നേരെ അക്കങ്ങൾ തിരിച്ചെഴുതുന്ന ആൾ കേട്ടോ. 123, 321. വിപരീത സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം, ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഈ 123 വിപരീത സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം 99 ആണ്. 99. അപ്പോൾ 100ൻ്റെ സ്ഥാനത്തുള്ള അക്കവും യൂണിറ്റിൻ്റെ എക്സിൻ്റെ സ്ഥാനത്തുള്ള അക്കവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ്. അപ്പോൾ 100ൻ്റെ എക്സിൻ്റെ സ്ഥാനത്തുള്ള ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നതാണ് ചോദ്യം. ഓക്കെ. നോക്കാം. നമുക്ക് ഒരു മൂന്നക്ക സംഖ്യയെ മാത്തമാറ്റിക്സ് പരമായിട്ട് എഴുതുന്നത് ഇങ്ങനെയാണ്. മൂന്നക്ക സംഖ്യയെ മാത്തമാറ്റിക്സ് പരമായിട്ട് എഴുതുന്നത് ഇപ്പോൾ X, Y, Z. ഇതൊരു മൂന്നക്ക സംഖ്യ എന്ന് വിചാരിച്ചു. 728. ഇതൊരു മൂന്നക്ക സംഖ്യയാണ്. അപ്പോൾ ഈ 7 എന്ന് പറയുന്നത് 100ൻ്റെ സ്ഥാനമാണ്. അപ്പോൾ അതിനെ നമ്മൾ എഴുതുന്നത് 100x എന്ന്. ഈ y എന്ന് പറഞ്ഞാൽ 10ൻ്റെ സ്ഥാനമാണ്. അതിനെ നമ്മൾ എഴുതുന്നത് 10y എന്നാണ്.
ഈ ഇസഡ് എന്ന് പറഞ്ഞാൽ ഒറ്റയുടെ സ്ഥാനം, അതിനെ നമുക്ക് ഇസഡ് എന്ന് തന്നെ എഴുതിയാൽ മതി. ഇങ്ങനെ യഥാർത്ഥത്തിൽ ഒരു മൂന്നക്ക സംഖ്യ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഈ 728 നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് 7 × 100 പ്ലസ് 2 × 10 പ്ലസ് 8 എന്നാണ്. 7 × 100 700, 2 × 10 20, 720, പിന്നെ 8 കൂടെ ആടിയപ്പോൾ 728. XYZ അങ്ങ് നിരത്തി പിടിച്ചെഴുതിയാൽ അത് മൾട്ടിപ്ലിക്കേഷൻ്റെ അവസ്ഥയിലേക്ക് മാത്തമാറ്റിക്സിൽ മാറിപ്പോവും. അപ്പോൾ അതിനെ എഴുതുന്നത് ഇങ്ങനെയാണ്. ഇതിൻ്റെ അക്കങ്ങൾ റിവൈസ് ചെയ്ത് കഴിയപ്പം ഇതെല്ലാം അങ്ങ് തിരിയും. പക്ഷേ തിരിയാതെ നിൽക്കുന്ന ആൾ നടുക്ക് നിൽക്കുന്ന ആളാണേ. അപ്പം 100 Z എന്ന് വരും. ഈ വൈക്ക് പിന്നെ മാറേണ്ട കാര്യമില്ലല്ലോ, അയാളെ തിരിച്ചെഴുതിയാലേ അയാൾ എന്നല്ലേ നടുക്ക് വരുത്തുള്ളൂ. 10 Y എന്ന് വരും. X അങ്ങ് ലാസ്റ്റ് പോവും. X ഇവയുടെ വ്യത്യാസം 99 ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവയുടെ വ്യത്യാസം 99 എന്നുവെച്ചാൽ ഇവ തമ്മിൽ കുറയ്ക്കപ്പം 99 കിട്ടുമെന്ന്. കുറച്ച് നോക്കിക്കോ, 100X ന്ന് 100Z കളയാം. കറസ്പോണ്ടിങ് അങ്ങ് കുറച്ചാൽ മതി. ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുക, ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുക, ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുക കേട്ടോ. ഓക്കെ, 100X ന്ന് 100Z കുറയ്ക്കാം. പ്ലസ് ഈ 10 Yക്കകത്ത് 10 Y കുറച്ചാൽ 0 ആയിപ്പോവും. Z ന്ന് X കുറയ്ക്കാം. അപ്പോൾ നമുക്ക് 99 കിട്ടുമെന്നാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് 100X മൈനസ് 100Z ഉണ്ടല്ലോ, അതിൽ നിന്ന് 100നെ ഞാൻ അങ്ങ് പുറത്തെടുക്കുക. അപ്പോൾ 100 പുറത്തെടുത്താൽ നമുക്ക് X മൈനസ് Z എന്ന് കിട്ടും. ഈ Z മൈനസ് X ന്ന് ഞാൻ ഒരു നെഗറ്റീവിനെയും കൂടെ പുറത്തെടുക്കുക. Z മൈനസ് X ന്ന് നെഗറ്റീവ് പുറത്തെടുത്താൽ ആ ടേം അങ്ങ് തിരിഞ്ഞിരിക്കും. ടേം അങ്ങ് തിരിയും. അതായത് A മൈനസ് ബിക്കകത്തുനിന്ന് ഒരു നെഗറ്റീവിനെ പുറത്തെടുത്താൽ B മൈനസ് എന്ന് എഴുതാം. B മൈനസ് എന്ന്. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്ക്, ഇവിടെ X മൈനസ് Z മൈനസ് X മൈനസ് Z, ഇവിടെ രണ്ടിടത്തും ഒരേ ടേമാണ്. അതിനെ നമുക്കങ്ങ് പുറത്തെടുക്കാം. അപ്പോൾ X മൈനസ് Z അങ്ങ് പുറത്തെടുത്താൽ ബാക്കി അവശേഷിക്കുന്നത് ഇവിടെ X മൈനസ് Z ഇഞ്ഞ് പുറത്തെടുത്താൽ 100 കാണും. ചുമ്മാ അങ്ങ് ചെയ്യുക കേട്ടോ, മാത്തമാറ്റിക്സ് പരമായിട്ട് അങ്ങ് ചെയ്യുക. ഇവിടുന്ന് X മൈനസ് Z കോമ എടുത്താൽ ഏത് സ്ഥാനത്ത് നിന്ന് അത് തന്നെ കോമ എടുത്താൽ 1 കാണും. ദാറ്റ് ഈസ് ഈക്വൽ ടു 99. 100 ന്ന് 1 പോയാൽ 99. അപ്പോൾ X മൈനസ് Z ഇൻറ്റു 99, ദാറ്റ് ഈസ് ഈക്വൽ ടു 99. അപ്പോൾ X മൈനസ് Z എന്ന് പറഞ്ഞാൽ ഈ 99 അപ്പുറത്തോണ്ട് ഡിവൈഡ് ചെയ്യണം. 99/99 1 വരും. ഇൻറ്റു ചെയ്തിട്ടേക്കുന്ന 99 അപ്പുറത്തോണ്ട് ഡിവൈഡ് ചെയ്യപ്പം 99/99 എന്നൊരു 1. X Z എന്തും യഥാർത്ഥത്തിൽ 100ൻ്റെ ഒറ്റയുടെ ഉള്ള സ്ഥാനങ്ങളാണ്. അവയുടെ വ്യത്യാസം എത്രയാണെന്നാണ് നമ്മുടെ ചോദ്യം തന്നെ. അതായത് അപ്പോൾ 100ൻ്റെ സ്ഥാനത്തുള്ള അക്കവും യൂണിറ്റിൻ്റെ സ്ഥാനത്തുള്ള അക്കവും തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്നാണ് ചോദ്യം. 1. ഓക്കെ, എക്സും ഇസഡും തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്നാണ് ചോദ്യം. 1. ഓപ്ഷൻ സി. ഓക്കെ അല്ലേ? ഓക്കെ, കോമൺ സെൻസ് വെച്ചിട്ട് നേരത്തെ കണ്ട സംഖ്യയെ കോമൺ സെൻസ് വെച്ച് കണ്ടുപിടിച്ചിട്ട് നോക്കിയാലും മതി. ഓക്കെ, ഞാൻ ചിന്മ അങ്ങ് മാത്തമാറ്റിക്സ് പരമായിട്ട് ചെയ്തതന്നേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ട്രാക്കിൽ ഓടുന്ന ഒരു കായിക താരം ഒരു നിശ്ചിത സമയം സ്ഥിരമായ വേഗതയിൽ ഓടുമ്പോൾ ഫിനിഷിംഗ് ലൈനിന് 20 മീറ്റർ കുറവ് വരുന്നു. ഓക്കെ, അപ്പോൾ ഒരു ഫിനിഷിംഗ് പോയിൻ്റ് ഡിസ്റ്റൻസ് D ആണെന്ന് വിചാരിക്കുക. ഡിസ്റ്റൻസ് D. അയാൾ സ്ഥിരമായി ഓടുന്ന സ്പീഡ് S ആണെന്ന് വിചാരിക്കുക. സ്ഥിരമായിട്ട് ഓടുന്ന ടൈം T ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഫിനിഷിംഗ് പോയിൻ്റ് D ആണെന്ന് വിചാരിക്കുക. ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് D ആണെന്ന് ചുമ്മാ വിചാരിക്കുക. അപ്പം അയാൾ നോർമലി നമുക്കറിയാമല്ലോ, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സ്പീഡ് ഇൻറ്റു ടൈമാണ്. സ്പീഡ് ഇൻറ്റു ടൈം. അയാളുടെ നോർമൽ സ്പീഡ്, ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അയാളുടെ ട്രാക്കിൻ്റെ നീളമാണ് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഡിസ്റ്റൻസ് നോർമലി അയാളുടെ സ്പീഡ് എസ്സും അയാളുടെ ടൈം T-യും ആണെന്ന് വിചാരിക്കുക. ഒന്നാമത്തെ സെൻറ്റൻസ് മാത്രം ഞാൻ വായിക്കുന്നു, പിന്നീട് അടുത്ത സെൻറ്റൻസ് വായിക്കാം. ഒരു ട്രാക്കിൽ ഓടുന്ന ഒരു കായിക താരം ഒരു നിശ്ചിത സമയം സ്ഥിരമായി വേഗതയിൽ ഓടുമ്പോൾ ഫിനിഷിംഗ് ലൈന് 20 മീറ്റർ കുറവ് അനുഭവപ്പെടുന്നു. അതായത് സ്പീഡും ടൈമും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ ഡിസ്റ്റൻസ്, സ്ഥിരമായ വേഗത സ്ഥിരമായ ടൈം മൾട്ടിപ്ലൈ അപ്പം ഡിസ്റ്റൻസ് കിട്ടും. ഫിനിഷിംഗ് പോയിൻ്റ് D ആണ് ഞാൻ വിളിച്ച്, അതിൽ നിന്ന് 20 മീറ്റർ കുറവ് അനുഭവപ്പെടുന്നെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ D മൈനസ് 20 എന്ന് എഴുതാം. D മൈനസ് 20. അപ്പോൾ S ഇൻറ്റു T എന്ന് പറഞ്ഞാൽ D മൈനസ് 20 ആണ്. ഓക്കെ, ഒന്നും പേടിക്കണ്ട, അങ്ങനെ എഴുതി. ഇനി അടുത്ത പോയിൻ്റ്. അവൾ തൻ്റെ വേഗതയുടെ 40% വർദ്ധിപ്പിച്ചാൽ. അപ്പോൾ 40% വർദ്ധിപ്പിച്ചാൽ സ്പീഡെന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. സ്പീഡ് 40% വർദ്ധിച്ചാൽ സ്പീഡെന്ന് പറഞ്ഞാൽ സ്പീഡിനെ നമുക്ക് 40% വർദ്ധിച്ച്, നേരത്തെ ഒരു 100% ആയിരുന്നു സ്പീഡെങ്കിൽ ഇപ്പം 40 കൂടെ വർദ്ധിച്ച് 140 ആയി. അപ്പം 40% വർദ്ധിച്ചെന്ന് പറഞ്ഞാൽ അപ്പോൾ സ്പീഡ് എത്ര ആയി കാണും?
നേരത്തെ ഉള്ളതിൻ്റെ 140% ആയി കാണും. അപ്പോൾ ഇതാ നമ്മുടെ നോർമൽ സ്പീഡ്. അപ്പോൾ സ്പീഡും ടൈമും കൂടെ മൾട്ടിപ്ലൈ ആക്കാൻ ഡിസ്റ്റൻസ് കിട്ടും. അപ്പോൾ ഇപ്പോഴത്തെ സ്പീഡ് S × 140/100. ഓക്കെ, പുതിയ സ്പീഡ് 40% വർദ്ധിപ്പിച്ച് 40% വർദ്ധിപ്പിച്ചാൽ അതേ സമയം T എന്ന് പറയുന്ന സമയം കൊണ്ട് തന്നെ അവൾ 10 മീറ്റർ ഓവർഷോട്ട് ചെയ്യുന്നു. 10 മീറ്റർ ഓവർഷോട്ട് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഈ ഡിസ്റ്റൻസും കഴിഞ്ഞ് വീണ്ടും ഒരു 10 മീറ്ററോടെ എക്സ്ട്രാ ഓടുന്നു. ഓക്കെ, അതായത് 40% വേഗത വർദ്ധിപ്പിച്ച നോർമൽ എടുക്കുന്ന ഡിസ്റ്റൻസിനേക്കാൾ, അതായത് മൊത്തം യാത്ര D ആണ്, ആ Dയേക്കാൾ 10 മീറ്റർ എക്സ്ട്രാ ഓടും. അപ്പോൾ അയാൾ ഓടുന്ന ഡിസ്റ്റൻസ്, ഇത് സ്പീഡാണ്, ഇത് ടൈമാണ്, മൾട്ടിപ്ലൈ അപ്പം ഡിസ്റ്റൻസ് കിട്ടും. ആ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ D+10 ആണ്. D+10. ഓക്കെ, അപ്പോൾ നമുക്കന്ന് ആലോചിച്ച് നോക്ക്. ഇതിനകത്തുനിന്ന് നമുക്ക് വേണമെങ്കിൽ T കണ്ടുപിടിക്കാം. രണ്ടിടത്തും T ഉണ്ട്, അല്ലെ S കണ്ടെത്താം. ഇഷ്ടമുള്ളത് കണ്ടെത്തി നമുക്ക് വേണമെങ്കിൽ ഇക്വേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇതിനകത്ത് കേട്ടോ. ഏത് കണ്ടെത്തിയാലും ഒരു കുഴപ്പമില്ല. വേണേൽ T കണ്ടെത്താം, അല്ലെ S കണ്ടെത്താം. ഓക്കെ, ഞാനിപ്പോൾ തൽക്കാലം എന്തോ കണ്ടെത്താം, T തന്നെ കണ്ടെത്താം. T. അപ്പോൾ ഇതിനകത്ത് T കണ്ടുപിടിക്കപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്. ടൈം എന്ന് പറയുന്നത് ഈ എസ്സിനെ അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോയാൽ മതി. D - 20/S. ഇതിനകത്തുനിന്ന് ടൈം ഒന്ന് കണ്ടുപിടിച്ച് നോക്ക്. ടൈം എന്ന് പറഞ്ഞാൽ ഈ എസ്സും 140/100 അപ്പുറത്ത് കൊണ്ടുപോകണം. ഓക്കെ, ഇത്ര ഇക്വേഷനകത്തുനിന്ന് ടൈം കണ്ടുപിടിക്കാൻ പോവാം. ഈ ടൈം അപ്പോൾ 100 നേരെ അങ്ങ് അപ്പുറത്ത് പോകും. അപ്പോൾ 100 × D+10 കിട്ടും. ഓക്കെ, 100 × D+10, അതായത് ഈ 100 ഇവിടെ കൊണ്ടുവന്ന് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. ഈ 140 എസ്സും കൂടെ ഞാൻ അങ്ങ് താഴെ കൊണ്ടുവരിക. ഇത് മണ്ടേ നിൽക്കുന്നത് ഈക്വൽ സൈൻ അപ്പുറത്ത് പോകുമ്പം താഴെ വരും. അപ്പം S × 140. ഇത്രയും ക്ലിയർ അല്ലേ? വേണമെങ്കിൽ ഈ 0 അങ്ങ് തൽക്കാലം വെട്ടിക്കളഞ്ഞേക്കാം. ഇനി നിങ്ങൾ നോക്കി, ഇത് രണ്ടും ടൈമാണ്, ഒരു കോൺസ്റ്റൻറ്റ് ടൈമാണെന്ന് ചോദ്യത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിതിനെ ഇക്വേറ്റ് ചെയ്യാം. രണ്ടും ഒരേ ടൈമാണല്ലോ. ഇക്വേറ്റ് ചെയ്തുകൊണ്ട് ആ D കണ്ടുപിടിക്കാം. D ആണല്ലോ നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അത് കണ്ടെത്താം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്ക്, D - 20/S ദാറ്റ് ഇസ് ഈക്വൽ ടു, ഇവിടെ എന്തുണ്ട്, 10 14. വേണേൽ വീണ്ടും 2 വെച്ച് കട്ട് ചെയ്യാമേ. 10നെ നമുക്ക് 2ആയിട്ട് കട്ട് ചെയ്താൽ 5, 14നെ 2ആയിട്ട് കട്ട് ചെയ്താൽ 7. ക്ലിയർ അല്ലേ? അപ്പോൾ 5 × D+10 ഡിവൈഡഡ് ബൈ താഴെ എന്തുവാ, S × 7. 7S എന്ന് തരും. ഈ എസ്സും ഈ എസ്സും ഇവിടെ കട്ട് ചെയ്യാം. അപ്പോൾ ഇനി ബൈ 7 ഇവിടെ കൊണ്ടുവന്ന് ഈ രണ്ടെണ്ണത്തിനെ മൾട്ടിപ്ലൈ ചെയ്യാം. 7 കൊണ്ട് Dയെ മൾട്ടിപ്ലൈ ചെയ്താൽ 7D മൈനസ് 7 കൊണ്ട് 20നെ മൾട്ടിപ്ലൈ ചെയ്താൽ 7 2 14, 140. ദാറ്റ് ഇസ് ഈക്വൽ ടു ഈ 5 കൊണ്ട് ഓപ്പൺ ചെയ്ത് ഈ രണ്ടെണ്ണത്തിനെ മൾട്ടിപ്ലൈ ചെയ്യാം. 5 × D 5D, 5 × 10 50. ക്ലിയർ അല്ലേ? ഇനി 5D ഇപ്പുറത്താക്കാം. അപ്പോൾ 7D - 5D, 140 അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോകാം. 50 + 140. അപ്പോൾ 7Dക്കകത്ത് 5D പോയാൽ 2D, ദാറ്റ് ഇസ് ഈക്വൽ ടു 190. അപ്പോൾ D എത്ര ആയിരിക്കും? 190ൻ്റെ പകുതി. 100ൻ്റെ പകുതി 50, 90ൻ്റെ പകുതി 45. അപ്പോൾ 95 എന്ന് കിട്ടും. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 95 മീറ്റർ. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ C. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇത് കാണുമ്പം വലുതായിട്ട് തോന്നുമെങ്കിലും വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അമിത് ഡൽഹിയിലാണ് താമസിക്കുന്നത്, അമൻ മുംബൈയിൽ താമസിക്കുന്നില്ല എന്ന പ്രസ്താവനയുടെ നിഷേധം ഏതാണ്? നിഷേധം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് സെൻറ്റൻസ് എന്ന് വെച്ചാൽ ഈ സെൻറ്റൻസിനെ നേരെ ഓപ്പോസിറ്റ് ആക്കി പറയുക. നെഗേഷൻ എന്ന ഇംഗ്ലീഷ് കേട്ടോ, നെഗേഷൻ. ഇതിനെ നേരെ ഓപ്പോസിറ്റ് ആക്കുക. അമിത് ഡൽഹിയിലാണ് താമസിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നെഗേഷൻ എന്തുവാ? അമിത് ഡൽഹിയിലല്ല താമസിക്കുന്നത്. അമിത് ഡൽഹിയിലാണ് താമസിക്കുന്നതെന്ന ഓപ്ഷൻ എ നിൽക്കുന്നത്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് സെൻറ്റൻസ് ആക്കിയാൽ മതി. അപ്പോൾ ഓപ്ഷൻ എ തെറ്റാണ്. അമിത് ഡൽഹിയിൽ താമസിക്കുന്നില്ല. ശരിയായി. അമിത് ഡൽഹിയിൽ താമസിക്കുന്നില്ല, അത് ഓക്കെ ആയി. താഴോട്ടുള്ളതെല്ലാം അമിത് ഡൽഹിയിൽ താമസിക്കുന്നില്ല, അമിത് ഡൽഹിയിൽ താമസിക്കുന്നില്ല എന്നാണ്. ഇനി അടുത്ത സെൻറ്റൻസ് വായിക്കാം. അമൻ മുംബൈയിൽ താമസിക്കുന്നില്ല. അപ്പോൾ അമൻ മുംബൈയിൽ താമസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ നെഗേഷൻ എന്തുവാ? അതിൻ്റെ നെഗേഷൻ എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് പറഞ്ഞാൽ മതി. അമൻ മുംബൈയിൽ താമസിക്കുന്നില്ല, അതിൻ്റെ ഓപ്പോസിറ്റ് അമൻ മുംബൈയിൽ താമസിക്കുന്നു എന്നാ. അപ്പോൾ അമൻ മുംബൈയിൽ താമസിക്കുന്നു, അമിത് ഡൽഹിയിൽ താമസിക്കുന്നില്ല, അമൻ മുംബൈയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി തന്നെ ഉത്തരം. ബാക്കിയൊക്കെയോ? അമിത് ഡൽഹിയിൽ താമസിക്കുന്നില്ല, അല്ലെങ്കിൽ നമുക്കവിടെ ആവശ്യമില്ല കേട്ടോ. അമൻ മുംബൈയിൽ താമസിക്കുന്നില്ല, അത് തെറ്റാണല്ലോ. അമൻ മുംബൈയിൽ താമസിക്കുന്നില്ല എന്ന് നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞേക്കുന്നത്, അതിൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് വേണ്ടുന്നത്. ഓക്കെ,
അല്ലെങ്കിൽ നമുക്കവിടെ ആവശ്യമില്ല. അപ്പം ഓപ്ഷൻ ബി ഉത്തരം. ക്ലിയർ അല്ലേ? അടുത്ത 3, 5, 7, 9 എക്സെട്ര എന്ന പരമ്പരയ്ക്കും 3, 6, 9, 12 എക്സെട്ര എന്ന പരമ്പരയ്ക്ക് ഇടയിലുള്ള 100ാമത്തെ പൊതുപദം എന്നുവെച്ചാൽ ഈ രണ്ട് ശ്രേണി വരുന്നുണ്ട്. 3 അധികം 5 അധികം 7 അധികം 9 അധികം ഇങ്ങനെ പോവാം. ഈ ശ്രേണിക്കകത്തും 3 അധികം 6 അധികം 9 അധികം 12 അധികം ഇങ്ങനൊരു ശ്രേണിയും പോവാം. ഈ രണ്ടെണ്ണത്തിനകത്തും കോമൺ ആയിട്ട് വരുന്ന പൊതുപദം, കോമൺ ആയിട്ട് വരുന്ന സംഖ്യയിൽ 100ാമത് വരുന്ന ആരാന്നാ? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇതിനകത്ത് 3 കോമൺ ആണ്. പിന്നെ ഇങ്ങനെ പോപ്പം കോമൺ വന്നേക്കുന്ന 9. നിങ്ങൾ ആലോചിക്കുക, ഇത് 3, 5, 7, 9 എന്ന് പറയുന്ന ഒറ്റ സംഖ്യകൾ മാത്രമാണ്. ഒറ്റ സംഖ്യകൾ മാത്രമാണ്, ഓഡ് നമ്പേഴ്സ്. ഇത് 3, 6, 9, 12 എന്ന് പറയുന്നത് 3ന്റെ ഗുണിതങ്ങളാണ്. അപ്പോൾ ഇത് ഒറ്റ സംഖ്യകൾ, ഇത് 3ന്റെ ഗുണിതങ്ങൾ. അപ്പം 3ന്റെ ഗുണിതങ്ങളാവുന്ന ഒറ്റ സംഖ്യ നോക്കിയാൽ പോരെ. ഇത് ഒറ്റ സംഖ്യകൾ, ഇത് 3ന്റെ ഗുണിതങ്ങൾ. അപ്പോൾ ഇതിനകത്ത് രണ്ടിനകത്തും വരുന്ന കോമൺ പദം എന്ന് പറഞ്ഞാൽ 3ന്റെ ഗുണിതങ്ങളാകുന്ന ഒറ്റ സംഖ്യ അല്ലേ? 3ന്റെ ഗുണിതം ഒറ്റ സംഖ്യ. അപ്പോൾ 3ന്റെ ഗുണിതമാകുന്ന ഒറ്റ സംഖ്യ നോക്കിയാൽ മതി. 3ന്റെ ഗുണിതം ഒന്നാമത്തെ 3ന്റെ ഗുണിതം 3, പിന്നെ മൂന്നാമത്തെ 3ന്റെ ഗുണിതം 9, പിന്നെ അഞ്ചാമത്തെ 3ന്റെ ഗുണിതം 15 ആയിരിക്കും ഇനി ഇവിടെ വരാൻ പോകുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. 9 കഴിഞ്ഞാൽ പിന്നെ 11 ഉണ്ട്, പിന്നെ 13 ഉണ്ട്, പിന്നെ 15 ഉണ്ട്. നിങ്ങൾ നോക്ക്, 3, 6, 9, 12. അടുത്ത ആൾ 15. അപ്പോൾ അടുത്ത 15 വരുന്നുണ്ട്. അപ്പോൾ ഇതാ ഇങ്ങനെ പോകുന്നത്. അപ്പോൾ 3, 9, 15 ഇതെല്ലാം ഒറ്റ സംഖ്യകളായ 3ന്റെ ഗുണിതങ്ങളാണ്. 3ന്റെ ഗുണിതങ്ങളായ ഒറ്റ സംഖ്യകളാണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം 3ന്റെ ഗുണിതമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ ഇതിനകത്ത് 100ാമത്തെ പദം ഏതെന്നാണ് നമ്മുടെ ചോദ്യം. ഈ ചോദ്യം നമുക്ക് പെട്ടെന്ന് കണ്ടെത്താം. നിങ്ങളുടെ ഓപ്ഷൻ പ്രകാരം 3ന്റെ ഗുണിതത്തെ നിലനിർത്തിയിട്ട് ബാക്കി വെട്ടിക്കളഞ്ഞാൽ മതി. കാരണം ഇത് 3ന്റെ ഗുണിതമാണെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞ്. അപ്പം ഈ ഓപ്ഷൻ പ്രകാരം 3ന്റെ ഗുണിതത്തെ നിലനിർത്തിയിട്ട് വെട്ടിക്കളയാം. നിങ്ങൾ നോക്ക്, 3ന്റെ ഗുണിതം കണ്ടെത്താൻ എളുപ്പമാണ്. എങ്ങനെ? അക്കങ്ങൾ കൂട്ടപ്പോൾ 3ന്റെ ഗുണിതം കിട്ടുമെന്ന് നോക്കിയാൽ മതി. 5, 5, 10, 19, 19. 19 ഒരു 3ന്റെ ഗുണിതമല്ല. പക്ഷേ ഇതിൻ്റെ കോമൺ പദത്തിൽ 3ന്റെ ഗുണിതേ ഉള്ളൂ. അപ്പോൾ ഓപ്ഷനേ അല്ല. അടുത്ത 9, 5, 14. 14, 7, 21. 21 ഒരു 3ന്റെ ഗുണിതമാണ്. അപ്പോൾ ഇതിന് സാധ്യതയുണ്ട്. ചാടിക്കയറി പറയാൻ പറ്റത്തില്ല, പക്ഷേ സാധ്യതയുണ്ട്. ഓക്കെ, ഇനി 6, 5, 11. 11 ഒരു 3ന്റെ ഗുണിതമാണോ? അല്ല. അപ്പോൾ ഉത്തരമല്ല. 3ന്റെ ഗുണിതം അല്ലെങ്കിൽ ഉത്തരമല്ല. കാരണം 3ന്റെ ഗുണിതങ്ങളെ കോമൺ പദം ആവുന്നുള്ളൂ. 6, 7, 13. 13 ഒരു 3ന്റെ ഗുണിതമാണോ? അല്ല. അപ്പോൾ അത് ഉത്തരമല്ല. അപ്പോൾ പിന്നെ എന്തുവാ? ഓപ്ഷൻ ബി തന്നെ നമ്മുടെ ഉത്തരം. 597. ഇനി അത് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. അല്ലെ ഇതിൻ്റെ 100ാം പദം കണ്ടുപിടിച്ചാൽ മതി AP വെച്ച്. അതിൻ്റെ ആവശ്യമില്ല നമുക്ക്. ഓക്കെ, അടുത്തത് 2025 മാർച്ച് 15 ശനിയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2050 മാർച്ച് മാസത്തിലെ ഏത് തീയതിയാണ് ഞായറാഴ്ച? ഓക്കെ, അങ്ങനെ ഒരു ക്വസ്റ്റ്യനാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ മാർച്ച് മാസത്തിലെ ഏത് തീയതിയാണ് താഴെ തന്നിരിക്കുന്നതിൽ ഞായറാഴ്ച വരുന്നതെന്നാണ് ചോദ്യം. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. 2025 മാർച്ച് 15 ശനിയാണെങ്കിൽ 2050 മാർച്ച് 15 ഏതാന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, മാർച്ച് 15 ഏതാന്ന് കണ്ടെത്താൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിച്ചാൽ മതിയല്ലോ ബാക്കി കഥ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇവിടെ മാസവും ഡേറ്റും സെയിം ആക്കി ഞാൻ എടുത്ത്. മാസവും ഡേറ്റും സെയിം ആക്കിയാൽ നിങ്ങൾ വർഷങ്ങളെ നോക്കിയാൽ മതി. പിന്നെ വർഷങ്ങളുടെ വ്യത്യാസം എടുക്കണം, ആദ്യത്തെ സ്റ്റെപ്പ്. ഇപ്പോൾ 2025 മാർച്ച് 15 ശനിയാണ്. 2050 മാർച്ച് 15 എങ്ങനെ കണ്ടെത്താം? അതാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. നിങ്ങൾ ആദ്യം വർഷങ്ങളുടെ വ്യത്യാസം എടുക്കണം. 2050 നിന്ന് 2025 പോകണം. എത്ര? 25. എന്നിട്ട് 2025 മാർച്ച് 15-നും 2050 മാർച്ച് 15-നും ഇടയ്ക്ക് എത്ര ഫെബ്രുവരി 29 വരുന്നുണ്ടെന്നുള്ളത് നോക്കണം. ഫെബ്രുവരി 29 മീൻസ് ലീപ്പ് ഇയർ നോക്കിയാൽ മതി. 2025 ലീപ്പ് ഇയർ അല്ല, 2026 അല്ല, 27 അല്ല, 2028 ലീപ്പ് ഇയറാണ്. ഇവിടെ ഒരു ഫെബ്രുവരി 29 വരും. പിന്നെ 4 കൂട്ടിപ്പോയാൽ മതി. 2032 ലീപ്പ് ഇയറാ, 2036 ലീപ്പ് ഇയറാ, 2040 ലീപ്പ് ഇയറാ, 2044 ലീപ്പ് ഇയറാ, 2048 ലീപ്പ് ഇയറാ. ഇത്രയും വരും. അപ്പോൾ ഇത്രയും ഫെബ്രുവരി 29 ഇതിനിടയ്ക്കുണ്ടാവും. 1, 2, 3, 4, 5, 6. അപ്പോൾ 25, 6, 31. ഓക്കെ, ഈ 31 ഇത് കൂട്ടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് ഈ 31-നെ നിങ്ങൾ 7 കൊണ്ട് ഹരിക്കുക. 7, 4, 28. 3 ശിഷ്ടം. എത്രയാണോ ശിഷ്ടം വരുന്നത് അത് ഇതിനോടൊപ്പം കൂട്ടുക. ശനി കഴിഞ്ഞ് ഞായർ, തിങ്കൾ, ചൊവ്വ. ശനി കഴിഞ്ഞ് ഞായർ, തിങ്കൾ, ചൊവ്വ. അപ്പോൾ ഇത് ചൊവ്വയായിരിക്കും.
അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്, 2050 മാർച്ച് 15 ചൊവ്വയാണ്. അപ്പോൾ 2050 മാർച്ച് 15 ചൊവ്വ. അങ്ങനെയാണെങ്കിൽ മാർച്ച് 14 ആരാ? തിങ്കളാ. തൊട്ട് തലേ ദിവസം തിങ്കൾ. 13 ആരാ? ഞായറ. അപ്പോൾ 13-ാം തീയതി ഞായറ. ഇപ്പോൾ 2050 ഞായറിലെ ഒരു തീയതി കിട്ടിയിട്ടുണ്ട്. 2050 ഞായറിലെ ഒരു തീയതി കിട്ടിയിട്ടുണ്ട് 13. അപ്പോൾ 13-നകത്ത് താഴോട്ട് പോകുന്നത് മേളിലോട്ട് പോകുന്നതെല്ലാം ഇത് ഞായർ തന്നെ ആയിരിക്കും. 13-ൻ്റെ തൊട്ട് താഴെ 20 ഞായറായിരിക്കും. 27 ഞായറായിരിക്കും. 13-ൻ്റെ തൊട്ട് മുമ്പ് കിടക്കുന്ന 7 കുറച്ച് 7 കൂട്ടി താഴോട്ട് പോയാൽ അത് ഏത് കലണ്ടർ എടുത്താലും ഏത് തീയതിയുടെ താഴോട്ട് 7 കൂടിയേ പോകത്തുള്ളൂ. അപ്പോൾ 13 7 20 താഴെ കാണും, 20 7 27 താഴെ കാണും. 13-ൻ്റെ മണ്ടേ 7 കുറയ്ക്കുന്ന 6 കാണും. അതായത് ഞായറിന് വരുന്ന തീയതികൾ ഇത്രയായിരിക്കും. നമ്മുടെ ചോദ്യം താഴെ തന്നിരിക്കുന്നത് ഏത് തീയതിയാണ് ഞായറാഴ്ച വരുന്നതെന്ന്. അപ്പോൾ ഇതിനകത്ത് വല്ലവരും ഉണ്ടോ? 20-ാം തീയതി കിടപ്പില്ലേ? അപ്പോൾ 20-ാം തീയതി ഞായറാഴ്ച ആയിരിക്കും. 20-ാം തീയതി. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ. അടുത്തത്, 15 വർഷം മുമ്പ് അമ്മയുടെ പ്രായം മകളുടെ പ്രായത്തിൻ്റെ ഇരട്ടിയായിരുന്നു. ഇപ്പോൾ മുതൽ 3 വർഷം കഴിഞ്ഞ് അവരുടെ പ്രായങ്ങളുടെ തുക 99 ആണെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കണ്ടുപിടിക്കാം. ഇപ്പോൾ മുതൽ 3 വർഷം കഴിഞ്ഞ് അവരുടെ വയസ്സുകളുടെ തുക 99 ആണെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അവരുടെ വയസ്സുകളുടെ വ്യത്യാസം നമുക്ക് ചോദ്യം കേട്ടോ, കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. 15 വർഷം മുമ്പ് അമ്മയുടെ പ്രായം മകളുടെ പ്രായത്തിൻ്റെ ഇരട്ടിയായിരുന്നു. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, 15 വർഷം മുമ്പ് അമ്മയുണ്ട്, മകളുണ്ട്. 15 വർഷം മുമ്പ് മകളുടെ പ്രായത്തിൻ്റെ ഇരട്ടിയായിരുന്നു അമ്മയുടെ പ്രായം. അപ്പം മകൾക്ക് X വയസ്സുണ്ടെങ്കിൽ അമ്മയ്ക്ക് 2X വയസ്സുണ്ട്. 15 വർഷം മുമ്പാണേ. മകൾക്ക് X വയസ്സുണ്ട്, അമ്മയ്ക്ക് 2X വയസ്സുണ്ട്. ഓക്കെ, അതാണ് കഥ. ഇനി അടുത്തത്, അപ്പം സ്വാഭാവികമായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, 15 വർഷം മുമ്പുള്ളതാണ്. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പം അവരുടെ വയസ്സുകളെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് എഴുതാം. ഇപ്പോൾ അവരുടെ വയസ്സുകളെന്ന് പറഞ്ഞാൽ ഇവരെക്കാൾ 15 വയസ്സ് കൂടുതലായിരിക്കും. അതായത് 2X + 15 ആയിരിക്കും അമ്മയ്ക്ക്, മകൾക്ക് X + 15 ആയിരിക്കും. ഇപ്പം ഇത്രയും ക്ലിയർ ആണോ? ഇനി അടുത്തത് 3 വർഷം കഴിഞ്ഞ്. അപ്പോൾ 3 വർഷം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ആഫ്റ്റർ 3 ഇയർ 3 വർഷം കഴിഞ്ഞ് ഇവർക്ക് വീണ്ടും 3 വയസ്സ് കൂടും. ഇപ്പോൾ 2X + 15-നോടൊപ്പം 3 കൂട്ടപ്പം 2X + 18 കിട്ടും. ഇതിനോടൊപ്പം 3 കൂട്ടപ്പം X + 18 കിട്ടും. ഇതാണ് 3 വർഷം കഴിഞ്ഞ് അവരുടെ വയസ്സുകൾ. ഓക്കെ, അന്നേരമുള്ള അവരുടെ വയസ്സുകളുടെ തുക 99 ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അന്നുള്ള വയസ്സുകളുടെ തുക 99 ആണ്. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്, അന്നുള്ള വയസ്സുകൾ ഇത് രണ്ടും കൂടെ കൂട്ടപ്പം 99 കിട്ടും. 99. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്, ഇത് രണ്ടും കൂട്ടപ്പം 99 കിട്ടും. അതായത് 2X + 18 + X + 18 ഇതെന്ന് പറഞ്ഞാൽ 99. അപ്പോൾ 2X X കൂടെ കൂട്ടിയാൽ 3X, 18 18 കൂടെ കൂട്ടിയാൽ 36, ദാറ്റ് ഈസ് ഈക്വൽ ടു 99. അപ്പോൾ 3X എന്ന് പറഞ്ഞാലോ 9 × 6 = 3, 9 × 3 = 6, 63 വരും. അപ്പോൾ X എന്ന് പറഞ്ഞാലോ 63/3, 21 എന്ന് വരും. 21. ഇപ്പം അവരുടെ ഇപ്പോഴത്തെ വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസമാണ് ചോദ്യം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ അമ്മയ്ക്ക് 2X വയസ്സുണ്ട്, 15 വർഷം മുമ്പാണ്, അതെപ്പോഴും ആയിക്കോട്ടെ. മകൾക്ക് X വയസ്സുണ്ട്. അപ്പോൾ അവർ തമ്മിലുള്ള പ്രായ വ്യത്യാസം എന്ന് പറഞ്ഞാൽ 2X ന്ന് X കുറയ്ക്കുന്നതാണ്. 2X ന്ന് X കുറച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, X ആണ് കിട്ടുന്നത്. ഓക്കെ, X കിട്ടും. 2X ന്ന് X കുറച്ചാൽ X. ഒറ്റ കാര്യം പറഞ്ഞോട്ടെ, 15 വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ പ്രായ വ്യത്യാസം എന്താണോ അത് തന്നെ ആയിരിക്കും ഇപ്പോഴും, അത് തന്നെ ആയിരിക്കും ഇനി എത്ര വർഷം കഴിഞ്ഞാലും. പ്രായ വ്യത്യാസത്തിൽ വ്യത്യാസം വരാൻ പോകുന്നില്ല. പ്രായങ്ങളുടെ തുകയ്ക്ക് വ്യത്യാസം വരും, പക്ഷേ പ്രായ വ്യത്യാസം ഒരാളുടെ പ്രായത്തിൽ നിന്ന് മറ്റൊരാളുടെ പ്രായം കുറച്ചാൽ അത് ഇന്നായാലും ഇന്നലെ ആയാലും എന്നായാലും ഒരേ നമ്പറായിരിക്കും. എന്നുവെച്ചാൽ അവരുടെ പ്രായ വ്യത്യാസം യഥാർത്ഥ X തന്നെ. അതിപ്പോൾ കിട്ടിയിട്ടുണ്ടല്ലോ 21. അപ്പോൾ 21 ഓപ്ഷൻ ബി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ക്ലിയർ ആണേ? അടുത്ത ഒരു മനോഹരമായ ചോദ്യമാണ്.
100 അംഗങ്ങളുള്ള ഒരു സൊസൈറ്റിയിൽ ഓരോ അംഗവും ക്രിക്കറ്റ്, ഹോക്കി, വോളിബോൾ എന്നിവയിൽ കുറഞ്ഞത് ഒരു കായിക ഇനമെങ്കിലും കളിക്കുന്നു. ഓക്കെ, അപ്പോൾ 100 പേര് ടോട്ടലുണ്ട്. ശ്രദ്ധിച്ച് കേട്ടോ, 100 പേര് ടോട്ടലുണ്ട്. ഈ ഒരു സർക്കിൾ എന്ന് പറഞ്ഞാൽ ഓരോ അംഗവും ക്രിക്കറ്റ് കളിക്കുന്നവരാണ്. ക്രിക്കറ്റ്, അപ്പോൾ ഇത് ക്രിക്കറ്റ് കളിക്കുന്നവരാണ്. ഓക്കെ, ക്രിക്കറ്റ് കളിക്കുന്നവരാ ഇത്, ക്രിക്കറ്റ് കളിക്കുന്നവർ. ഇനി അടുത്തത് ഇതെന്ന് പറയുന്ന ഹോക്കി കളിക്കുന്നവരാ. ഇത് ഹോക്കി കളിക്കുന്നവരാ. ഓക്കെ, പിന്നെ അടുത്തത് അടുത്ത വോളിബോൾ കളിക്കുന്നവരാ. ദാണ്ട താഴോട്ടൊരു സർക്കിൾ ഞാൻ വരച്ച്, വോളിബോൾ. ഇത്രയും അതിനകത്തുള്ളത്, ക്രിക്കറ്റ്, ഹോക്കി, വോളിബോൾ. മനസ്സിലായോ? അപ്പോൾ ഇതിങ്ങനെ ക്രോസ് ചെയ്ത് കഴിയപ്പോഴേ ഇത് ക്രിക്കറ്റും ഇത് ഹോക്കിയും കളിക്കുന്നവരാണെങ്കിൽ ഈ പോർഷൻ എന്ന് പറഞ്ഞാൽ രണ്ടും കളിക്കുന്നവരാണ്. ക്രിക്കറ്റ്, ഹോക്കിയും കളിക്കുന്നവരാണ്. അപ്പോൾ ഇത് ക്രിക്കറ്റും ഇത് ഹോക്കിയും കളിക്കുന്നവരാണെങ്കിൽ അതിന് കോമൺ ആയിട്ട് വരുന്ന ഇത്രയും ഭാഗം രണ്ടും കളിക്കുന്നവരാണ്. രണ്ടും. ക്ലിയർ ആണോ? ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്ന സെൻറ്റൻസ് ശ്രദ്ധിച്ച് കേട്ടോണം. 20 അംഗങ്ങൾ ക്രിക്കറ്റ് മാത്രം കളിക്കുന്നു. അപ്പോൾ ക്രിക്കറ്റ് മാത്രം കളിക്കുന്നവർ ഇവിടെ നിൽക്കുന്നത്, ഈ ഭാഗത്താണ് നിൽക്കുന്നത്. ക്രിക്കറ്റ് മാത്രം കളിക്കുന്നവർ ഇവിടെ നിൽക്കും. ഓക്കെ, പക്ഷേ അവർ ഹോക്കി എല്ലാം കളിക്കാൻ പോയാൽ ഈ ഭാഗത്തോട്ട് കയറും. ഹോക്കി മാത്രം കളിക്കുന്നവർ ഇവിടെ വരും. വോളിബോൾ മാത്രം കളിക്കുന്നവർ ഇവിടെ വരും. 20 പേര് ക്രിക്കറ്റ് മാത്രമേ കളിക്കുന്നുള്ളൂ. അതവിടെ എഴുതി വെച്ച്. 30 പേർ ഹോക്കി മാത്രം കളിക്കുന്നു. അപ്പോൾ 30 പേര് ഇവിടെ വരും. അപ്പോൾ തന്നെ 50 പേരായിട്ടുണ്ട്. ഇനി 50 പേരെ കുറിച്ച് ചിന്തിച്ചാൽ മതി. 25 പേർ വോളിബോൾ മാത്രം കളിക്കുന്നു. അപ്പോൾ 25 പേര് ഇവിടെ വരും. അപ്പം 30, 20, 50, 25, 75 പേരായി കഴിഞ്ഞ് ഇനി വെറും 25 പേരെ മൊത്തം പേരാ ഉള്ളത്. അത് ഇനി 25 പേരെ കുറിച്ച് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. 25 പേരെ കുറിച്ച്. ഓക്കെ, ഇനി അടുത്തത് ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇനി കൂടുതലൊന്നും ചിന്തിക്കേണ്ട. 25 പേരാ മൊത്തം ഉള്ളത്. ഈ 25 പേരാ മൊത്തം ഉള്ളത് കേട്ടോ. 25 പേരാ. പിന്നെ ഇവിടെ മറ്റ്, അതായത് ഇത് ക്രിക്കറ്റ് മാത്രം കളിക്കുന്നവർ, ഇത് ഹോക്കി മാത്രം കളിക്കുന്നവർ, ഇത് വോളിബോൾ മാത്രം കളിക്കുന്നവർ. അപ്പോൾ തന്നെ 75 പേരാ. ഇനി 25 പേരാ ഉള്ളത്. ആ 25 പേര് ഇവിടൊക്കെയാണ് നിൽക്കുന്നത്. ഇവിടെ 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 ഇവിടെയൊക്കെ ആയിട്ടാണ് ഈ 25 പേര് നിൽക്കുന്നത്. ഈ 25 പേരിൽ 25 പേരാണ് നിൽക്കുന്നത്. ഇത്ര നിങ്ങൾക്ക് മനസ്സിലായോ? ഇനിയാണ് ബാക്കി കളി നമ്മൾ നടത്താൻ പോകുന്നത്. 12 പേർ ക്രിക്കറ്റ്, ഹോക്കിയും കളിക്കുന്നു. അപ്പോൾ ക്രിക്കറ്റ്, ഹോക്കിയും കളിക്കുന്ന ഇവിടെ 12 പേരുണ്ട്. അതവിടെ നിന്നോട്ടെ. 7 പേർ ഹോക്കിയും വോളിബോളും കളിക്കുന്നു. അതവിടെ നിന്നോട്ടെ. അത് നമുക്ക് പിന്നെ എഴുതാമേ. 3 അംഗങ്ങൾ എല്ലാ കായിക ഇനങ്ങളും കളിക്കുന്നു. എന്നുവെച്ചാൽ ഇവിടെ കണ്ടോ, കറക്റ്റ് 3 കുത്ത് തന്നെ ഞാൻ ഇവിടെ ഇട്ടത് കേട്ടോ. അറിയാതെ ഇട്ടതാ, എന്നാലും 3 കുത്ത്. അപ്പോൾ 3 പേര് ഉണ്ടോ, 3 പേരാ. 3 പേര് ഈ ഭാഗം കണ്ടോ, ഈ ഭാഗം 3ൻ്റെയും പാർട്ടാണ്. അപ്പോൾ 3 കളിക്കുന്നവരാണ് ഇവിടെ നിൽക്കുന്നത്. അത് 3 പേരാന്ന് തന്നിട്ടുണ്ട്. 3 അംഗങ്ങൾ എല്ലാ കായിക ഇനങ്ങളും കളിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണ്ട, ഈ പ്രദേശത്ത് മൊത്തത്തിൽ വരുന്നത് 25 പേരാണ്. ആ 25 പേര് 3 പേര് എല്ലാം കളിക്കുന്നവരാണ്. 3 കളിക്കുന്നവരാണ്. അവരെ അങ്ങ് മാറ്റി നിർത്തിയ 22 പേരുണ്ട്. ഈ 22 പേര് ഈ ഭാഗത്ത് ഈ ഭാഗത്ത് ഈ ഭാഗത്ത് നിൽക്കുന്നവരാണ്. ഇവിടെ 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 നിൽക്കുന്നവരുടെ ടോട്ടലാണ്. ഇവിടെ 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 നിൽക്കുന്നവരുടെ ഇവരെന്ന് പറഞ്ഞാൽ 2 കളി മാത്രം കളിക്കുന്നവരാണ്. ഓക്കെ, എങ്കിൽ എത്ര അംഗങ്ങൾ കുറഞ്ഞത് 2 കായിക ഇനങ്ങളെങ്കിലും കളിക്കും? എത്ര പേർ കുറഞ്ഞത് 2 കായിക ഇനങ്ങളെങ്കിലും കളിക്കും? ഓക്കെ, കുറഞ്ഞത് എത്ര അംഗങ്ങൾ 2 കായിക ഇനം എങ്കിലും കളിക്കും? അങ്ങനെ ചോദ്യം കേട്ടോ. അതിൻ്റെ ഇംഗ്ലീഷും കൂടെ നോക്കണം യഥാർത്ഥത്തിൽ, എന്നാലേ അതിനകത്ത് കറക്റ്റ് ക്ലാരിറ്റി വരുത്താൻ പറ്റും കേട്ടോ. എല്ലാ കായിക ഇനങ്ങളും കളിക്കുന്നുവെങ്കിൽ എത്ര അംഗങ്ങൾ കുറഞ്ഞത് 2 കായിക ഇനങ്ങളെങ്കിലും കളിക്കും? 2 കായിക ഇനം എങ്കിലും കളിക്കുന്നവർ 25 പേര് തന്നെ അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. 2 കായിക ഇനം എങ്കിലും കളിക്കുന്നവർ 25 പേര് തന്നെ അല്ലേ? 2 കായിക ഇനങ്ങളെങ്കിലും കളിക്കുന്നത് 25 പേരാ. കുറഞ്ഞതാ ചോദിച്ചേക്കുന്നത് അല്ലേ? അവിടെ ഡൗട്ടുണ്ട്. അപ്പം കുറഞ്ഞത് കളിക്കുന്നത്. പക്ഷേ 2 കായിക ഇനങ്ങൾ കളിക്കുന്ന എത്ര പേരുണ്ടെന്ന് വെച്ചാൽ ശ്രദ്ധിക്കണം. 2 കായിക ഇനങ്ങൾ കളിക്കുന്നവർ എത്ര പേരുണ്ടെന്ന് വെച്ചാൽ അത് ഈ 22 ആയിരിക്കും. 22.
ക്ലിയർ ആണ്. ഇതിൻ്റെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യനോട് വായിക്കണം കേട്ടോ, എന്നാലും അതിനകത്ത് പൂർണ്ണത കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇപ്പോൾ 22-ന് ഉത്തരവാവാം, 25-ന് ഉത്തരവാവാം. ഇപ്പോൾ 25 എന്ന് പറഞ്ഞാൽ കുറഞ്ഞത് 2 കായിക ഇനങ്ങളെങ്കിലും കളിക്കുന്ന എത്ര പേരുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. 2 കായിക ഇനങ്ങളെങ്കിലും കളിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ? 2 കായിക ഇനങ്ങളെങ്കിലും കളിക്കുന്നവർ. 2 കായിക ഇനങ്ങളെങ്കിലും, കുറഞ്ഞതെന്ന് പറയേണ്ട ഓപ്ഷൻ ഇല്ല ഇവിടെ. 2 കായിക ഇനങ്ങളെങ്കിലും കളിക്കുന്ന 25 പേര് ഇവിടെ ഉണ്ട്. കാരണം 2 കായിക ഇനങ്ങളെങ്കിലും കളിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്തുവാ? 2ഓ അതിൽ കൂടുതലോ കളിക്കാമെന്നാണ്. 2 കായിക ഇനങ്ങളെങ്കിലും അറിയാവുന്നവരെല്ലാം ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ 2 കായിക ഇനങ്ങൾ കളിക്കുന്നവർക്കും അല്ലെങ്കിൽ അറിയാവുന്നവർക്കും വരാം, അതിൽ കൂടുതൽ അറിയാവുന്നവർക്കും വരാമല്ലോ. ഓക്കെ, 2 വണ്ടിയെങ്കിലും ഉള്ളവരെല്ലാം ഒരു സൈഡിലോട്ട് മാറി നിൽക്കാൻ പറഞ്ഞാൽ 2 വണ്ടി ഉള്ളവരും അതിൽ കൂടുതലുള്ളവർ മാറി നിൽക്കത്തില്ലേ? പക്ഷെ 2 വണ്ടി മാത്രമുള്ളവർ മാറി നിൽക്കാൻ പറഞ്ഞാലോ? അപ്പോൾ 2 വണ്ടി മാത്രമുള്ളവരെ മാറി നിൽക്കാൻ പറ്റും. അതിൽ കുറവുള്ളവരോ അതിൽ കൂടുതലുള്ളവർക്കോ മാറി നിൽക്കാൻ അവകാശമില്ല. അപ്പോൾ ഇതിനകത്ത് എഴുതി വെച്ചേക്കുന്നത് കുറഞ്ഞത് 2 കായിക ഇനം എങ്കിലും കളിക്കുന്നവർ എത്ര പേരുണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 2 കായിക ഇനം എങ്കിലും കളിക്കുന്നവർ ആൾറെഡി 25 പേര്. അത് ആൾറെഡി കിട്ടിക്കഴിഞ്ഞ് 25 പേര്. സംഭവം നിങ്ങൾക്ക് മനസ്സിലായോ? 25 പേര്. കാരണം ഒരെണ്ണം കളിക്കുന്നവരെല്ലാം അങ്ങ് മാറ്റിയാൽ പോരെ, ഒരെണ്ണം മാത്രം കളിക്കുന്നവരെല്ലാം അങ്ങ് മാറ്റിയാൽ പോരെ. 20 പേര്, 30 പേര്, 25 വരെ അങ്ങ് മാറ്റിയാൽ പോരെ. 50, 75 വരെ അങ്ങ് മാറ്റിയാൽ പോരെ. ബാക്കിയുള്ളവർ 2ഓ അതിൽ കൂടുതലോ കളിക്കുന്നവരല്ലേ? ഇപ്പോൾ 100-ൽ നിന്ന് 75 മാറ്റി 25 പേര് 2ഓ അതിലധികമോ കളിക്കുന്നവരല്ലേ? പക്ഷേ 2 എണ്ണം മാത്രം കളിക്കുന്നവർ എത്രയാണെന്ന് വെച്ചാൽ ആ 25 പേരാ അധികം നിൽക്കുന്നത്. അതിൽ 3 കളികളും കളിക്കുന്ന ഈ 3 പേരെ അങ്ങ് മാറ്റണം, 22 കിട്ടും. ഓക്കെ, 2 കളികൾ മാത്രം കളിക്കുന്നവരാണെങ്കിൽ 22, 2 കളികളെങ്കിലും കളിക്കുന്നവരാണെങ്കിൽ 25. ക്ലിയർ ആണേ? അപ്പോൾ നമുക്ക് തൽക്കാലം ഈ ചോദ്യപ്രകാരം ഓപ്ഷൻ എ കറുപ്പിച്ചിട്ട് മുമ്പോട്ട് പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു പ്രത്യേക ഭാഷയിൽ ക്ലാസ് എന്നത് UUCNE എന്നെഴുതാമെങ്കിൽ ക്ലാസ് എൻ്റെ താഴോട്ട് എഴുതാമേ, UUCNE. ഇത് കണ്ടോ? ഇവിടെ കണ്ടോ 2 സെയിം ലെറ്റർ? ഇവിടെ കണ്ടോ 2 സെയിം ലെറ്റർ? എന്ന് വെച്ചാൽ ഇതിൻ്റെ കോഡ് ഇതാവാനാ സാധ്യത. അപ്പം ഇതിൻ്റെ കോഡ് ഇതാ, റിവേഴ്സിൽ അവർ കോഡ് തയ്യാറാക്കിയേക്കുന്നത്. ഇവിടെ സിക്ക് നിങ്ങൾ 3 എടുത്ത്, സി 3ാമത്തെ ലെറ്ററാണ്, ABC, അതുകൊണ്ട് 3 എടുത്ത്. ഈ 5ാമത്തെ ലെറ്ററാണ്, കണ്ടോ? അപ്പോൾ ഇതിൻ്റെ കോഡ് ഇതായിരിക്കും. ഇതിൻ്റെ കോഡ് ഇതാണെങ്കിൽ റിവേഴ്സ് ഓർഡറാണ്. അപ്പോൾ C 5, 3 5ആയി, 2 കൂടി നിൽക്കുക. L 12, N 14, 2 കൂടി നിൽക്കുക. കണ്ടോ? റിവേഴ്സ് ഓർഡറിൽ ചിന്തിച്ചാൽ മതി. എങ്ങനെ അത് പെട്ടെന്ന് മനസ്സിലായി? ഇവിടെ 2 S കിടക്കുന്നു, ഇവിടെ 2 U കിടക്കുന്നു. ഓപ്പോസിറ്റ് സൈഡ് 2 സെയിം ലെറ്റർ ഒരേ പോണക്ക് വന്നേക്കുന്നു, അതിൻ്റെ കോഡിനകത്ത് ഒരേ പോണക്ക് കിടക്കുന്നു. ഓക്കെ, അങ്ങനെ നമുക്ക് മനസ്സിലായ. A 1ആണ്, C 3ആണ്, 2 കൂടി നിൽക്കുക. S 19ാമത്തെ ലെറ്റർ, S U 21ാമത്തെ ലെറ്ററാണ്, 2 കൂടി നിൽക്കുക. S 19, U 21, 2 കൂടി നിൽക്കുക. അപ്പോൾ റിവേഴ്സ് ഓർഡറിൽ 2 കൂടി വെച്ചേക്കുക. അപ്പോൾ സെക്ഷൻ നിങ്ങൾ ആലോചിച്ച് നോക്ക്, SECTION സെക്ഷൻ. S 19ാമത്തെ ലെറ്ററാണ്, അപ്പോൾ അതിനോടൊപ്പം 2 കൂട്ടണം. 19, 2, 20, 21 അതിവിടെ എഴുതണം. 21ാമത്തെ ലെറ്റർ U, യുവിൽ അവസാനിക്കുന്ന ഒരുപാട് പേരുണ്ട്. തുടരാം. ഈ 5ാമത്തെ ലെറ്ററാണ്, 2 കൂട്ടണം, 7 വരും. 7ാമത്തെ ലെറ്റർ G, ABCDEFG 7ാമത്തെ ലെറ്റർ. GUയിൽ തുടങ്ങുന്ന 2 പേര്, ഇത് 2 പേരെ വെട്ടിക്കളഞ്ഞേക്കണം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ നോക്കി ഇനി വരാം. കണ്ടോ? ഇത് 2 ഇനി അവശേഷിച്ചോളൂ. കണ്ട് ഇനി നിങ്ങൾ കൂടുതലൊന്നും നോക്കണ്ട. ഇവിടം വരെയും സെയിമാണ്, ഇവിടം വരെയും സെയിമാണ്. ഇനി ഇപ്പുറത്തുള്ള ആളെ നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, അതായത് അടുത്ത ആളുടെ സെയിമാ. എന്തുവാ? G കഴിഞ്ഞാൽ E. അല്ലേ എഴുതി അങ്ങ് അല്ലേ? C 3ാമത്തെ ലെറ്ററാണ്, 3നോടൊപ്പം 2 കൂട്ടിയാൽ 5. 5ാമത്തെ ലെറ്റർ ആരാ? E. T എന്ന് പറഞ്ഞാൽ 20, 20നോടൊപ്പം 2 കൂട്ടി 22. 22ാമത്തെ ലെറ്റർ ആരാ? V. I എന്ന് പറഞ്ഞാൽ 9, 9നോടൊപ്പം 2 കൂട്ടിയാൽ 11. 11ാമത്തെ ലെറ്റർ ആരാ? K. അപ്പോൾ KVEGU. അങ്ങനെ ഒരാളെങ്ങാണ്ടേ ഉള്ളായിരുന്നു, KVEGU. ഓപ്ഷൻ ഡി. ഒക്കെ ഇവിടെ എല്ലാം കിടക്കുന്നത്. ഇതിന് 2ൻ്റെ ആദ്യം സെയിമാണ്, PQ. പിന്നെ ഇനി കൂടുതൽ അന്വേഷിക്കേണ്ട PQ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ക്ലോക്കിൽ 10 മണിക്കൂർ 10 മിനിറ്റ് കാണിക്കുമ്പോൾ മണിക്കൂർ മിനിറ്റ് സൂചികൾക്കിടയിലെ കോണളവ്. കോണളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾക്കറിയാം, 30H മൈനസ് 11/2 M. അപ്പോൾ 30 × H എത്രയാണെന്ന് വെച്ചാൽ 10 മണിക്കൂറാണ്, മൈനസ് 11/2 M എത്രയാണെന്ന് വെച്ചാൽ 10. ഇപ്പോൾ 2ഉം 10 കൂടെ കട്ട് ചെയ്ത് 5. അപ്പോൾ 300 മൈനസ് 55. 300 × 55 എത്ര? 245. അപ്പോൾ 245 ഡിഗ്രി ഉണ്ട്. ഇത് കറുപ്പിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് മണിക്കൂർ മിനിറ്റ് സൂചികൾക്കിടയിലെ കോണുകൾ പൊതുവെ 180 താഴായിരിക്കും. അപ്പോൾ 360 നിന്ന് കുറച്ച് നോക്കണം കേട്ടോ.
ഇപ്പോൾ 245 360 നിന്ന് കുറച്ച് നോക്കുക. 10 5 1 5 4 1 3 2 1 115 ഓപ്ഷനിലുണ്ടോ എന്ന് നോക്കണം. ഇല്ല. അപ്പോൾ ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് 245 കറുപ്പിക്കാം. ഉണ്ടായിരുന്നെങ്കിൽ ആ 115 തന്നെ കറുപ്പിക്കണം. ഓക്കെ. അപ്പോൾ നമ്മുടെ ഫൈനൽ ഉത്തരം 245 ഡിഗ്രി. അടുത്ത ക്വസ്റ്റ്യൻ. പലിശ നിരക്ക് 15% ആണെങ്കിൽ 3 വർഷത്തിന് ശേഷം 10,000 രൂപയ്ക്ക് ലഭിക്കുന്ന സംയുക്ത പലിശ, കൂട്ടുപലിശ, സംയുക്ത പലിശ എന്ന് പറഞ്ഞാൽ ലളിതമായ പലിശ, സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. 10,000 രൂപയുടെ സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്താൻ ഒരു ഇക്വേഷൻ ഉണ്ട് കേട്ടോ. അതിതാണ് P × R/100 × R/100 × 300 + R/100. ഇതാ റിസൾട്ട്. ഓക്കെ, ഒറ്റ റിസൾട്ട്. P × R/100 × R/100 × 300 + R/100. നമുക്കൊന്ന് നോക്കിയാലോ. P എന്ന് പറഞ്ഞാൽ 10,000 രൂപയാണ് പ്രിൻസിപ്പൽ എമൗണ്ട്. ഇൻറ്റു R എന്ന് പറഞ്ഞാൽ 15%. അപ്പോൾ 15/100 ഇൻറ്റു 15/100 ഇൻറ്റു 300 + 15 315/100. ഇതാ കാൽക്കുലേറ്റ് ചെയ്യണം. ഈ 2 0 ഈ 2 0 8 8 ഈ 2 0 ഈ 2 0 8 8. ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ഉത്തരം. ഓക്കെ, 15 × 15 225. അപ്പോൾ 315ഉം 225ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. 15 × 15 225 225 × 15. ഓക്കെ, അപ്പോൾ നോക്കാം. 5 25 2 ഓരഞ്ച് 5 5 2 7 3 5 15 I2 10 1 1 2 2 1 3 3 2 6 I2 10 1 3 1 2 2 1 3 3 2 6 5 7 8 6 4 10 1 7. ഓക്കെ, അപ്പോൾ നമുക്ക് ഫൈനൽ ഉത്തരം 70 875. താഴെ 2 0 ഉണ്ടായതുകൊണ്ട് 2 സ്ഥാനം അടുത്ത് മാറ്റി പോയിന്റ് ചെയ്യണം. അപ്പോൾ 708 എന്നാണ് ഉത്തരം കിട്ടുന്നത്. 708.75. 708 എന്ന് പറയുന്ന ഒരു സാധനമേ ഇതിനകത്തില്ല. മനസ്സിലായി? അങ്ങനൊരു സംഭവം ഇതിനകത്തില്ല. ഒന്നുകൂടെ, പലിശ നിരക്ക് 15% ആണെങ്കിൽ 3 വർഷത്തിനു ശേഷം 10,000 രൂപയ്ക്ക് ലഭിക്കുന്ന സംയുക്ത പലിശയും ലളിതമായ പലിശയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ചുമ്മാ നോക്കട്ടെ. P × R/100 × R/100 × 300 + R/100. അപ്പം 2 വരെ പോയി 315 അല്ല 15 × 15 225 × 315. 5 25 1 orange 5 6 7 3 15 I2 10 1 630 630 5 7 5 3 8 6 3 9 1 10 1 7. അപ്പോൾ 708.75 എന്നിട്ടും അങ്ങനെ ഓപ്ഷനേ ഇതിനകത്തൊന്നുമില്ല. മനസ്സിലായോ? ഒരു സാധനം ഇല്ല ഇതിനകത്ത്. അപ്പോൾ നമുക്ക് അതിനോട് താൽക്കാലികമായി വിട പറയാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കളയാം കേട്ടോ. കടയുടമ ഒരു ഉൽപ്പന്നം 10% നഷ്ടത്തിൽ വിറ്റു. അടുത്ത ക്വസ്റ്റ്യനാണ്. അയാളുടെ വിൽപ്പന വില 100 രൂപ കൂടുതലാണെങ്കിൽ അയാൾക്ക് 10% ലാഭം ലഭിക്കുമായിരുന്നു. ചിലവ് എത്ര രൂപയായിരുന്നു എന്നാ ക്വസ്റ്റ്യൻ. ഇപ്പോൾ ചിലവെന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസാണ് കണ്ടെത്തേണ്ടത്. ഒരു കടയുടമ ഒരു ഉൽപ്പന്നം 10% നഷ്ടത്തിൽ വിറ്റു. അപ്പോൾ അയാൾ 10%, അയാൾക്ക് ലോസ് സംഭവിച്ചിട്ടുണ്ട് 10%. അപ്പോൾ അയാൾ വിറ്റ വിലയുടെ പെർസെൻറ്റേജ്, സെല്ലിംഗ് പ്രൈസ്, അതിൻ്റെ പെർസെൻറ്റേജ് 90%. ഓക്കെ, അയാളുടെ വിൽപ്പന വില 100 രൂപ കൂടുതലായിരുന്നെങ്കിൽ അയാൾക്ക് 10% ലാഭം ലഭിക്കുമായിരുന്നു. അയാൾക്ക് പ്രോഫിറ്റ് ലഭിക്കും 10% എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പോൾ പ്രോഫിറ്റ് 10% കിട്ടണമെങ്കിൽ അയാളുടെ വിൽപ്പന വില എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കണമെന്നറിയോ? 110% ആയിരിക്കണം. 110%. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 90% അയാൾ വിറ്റത്, അയാൾ 110% വിറ്റായിരുന്നെങ്കിൽ അയാൾക്ക് 100 രൂപ കൂടുതൽ ലഭിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. അല്ലെങ്കിൽ 100 രൂപ കൂട്ടി വിറ്റായിരുന്നെങ്കിൽ അയാൾക്ക് 10% ലാഭം ലഭിക്കുമായിരുന്നു എന്ന് പറയുന്നതിനെ തിരിച്ച്. അപ്പോൾ അയാൾ യഥാർത്ഥത്തിൽ ഈ 100 രൂപ എന്ന് പറഞ്ഞാൽ 2 വട്ടം വിറ്റ വിലകളുടെ തമ്മിലുള്ള വ്യത്യാസമാണ്. ആദ്യം 10% ലോസ് വിറ്റ്
പിന്നെ ചിന്തിക്കുക 100 രൂപ കൂട്ടി വിറ്റായിരുന്നെങ്കിൽ അയാൾക്ക് 10% ലാഭം കിട്ടിയേനെ. ഓക്കെ, എന്ന് വെച്ചാൽ 110% വിറ്റായിരുന്നെങ്കിൽ അപ്പോൾ അയാളുടെ ഡിഫറൻസ് അല്ലേ 100 എന്ന് പറയുന്നത്. അപ്പോൾ ഇവ നമ്മളുടെ ഡിഫറൻസ് യഥാർത്ഥത്തിൽ 20% അല്ലേ. 110 90 ഓപ്പ് 20%. ആ 20%ആണ് 100. 20% 100 ആണെങ്കിൽ നമുക്ക് ചിലവ് എത്രയാണെന്നാ ചോദ്യം. ചിലവെന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസ് അപ്പോഴും 100%. അപ്പോൾ 100% എത്രയാണെന്ന് കണ്ടുപിടിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, 20നെ 5 കൊണ്ട് ഗുണിക്കുമ്പോൾ 100 കിട്ടും. അപ്പോൾ 100നെ 5 കൊണ്ട് ഗുണിക്കുമ്പം 100%-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെൻറ്റ് കിട്ടും 500. ഓപ്ഷൻ എ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്ന പൈ ചാർട്ട് ഓഫീസ് യാത്രക്കാർ അവരുടെ ഓഫീസിലെത്താൻ ഉപയോഗിക്കുന്ന വാഹനങ്ങളെ പ്രതിനിധീകരിക്കുന്നു. യാത്രയ്ക്കായി 4 ചക്ര വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ഓഫീസ് ജീവനക്കാരുടെ മധ്യകോൺ എത്രയാണെന്നാണ് ചോദ്യം. ഓഫീസ് 4 ചക്ര വാഹനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്. കാറ് 4 ചക്ര വാഹനം, കാറ്. നടന്നു വരുന്നവരുണ്ട്, ബൈക്കിൽ വരുന്നവരുണ്ട്, ബസ്സിൽ വരുന്നവരുണ്ട്. ബസ്സിൽ 4 ചക്രമാണോ? 6 ചക്രമല്ലേ? ബസ്സിൽ 2 വീല് പുറകിലില്ലേ? ഉണ്ടെന്നാണ് വിശ്വാസം. ഓക്കെ, കാറിന് 4 വീലല്ലേ ഉള്ളത്? ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്, കാറിൽ വരുന്നവരുടെ എണ്ണം എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ അത് നമുക്ക് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സിമ്പിളാണ്. ഇതിനകത്ത് മൊത്തം ബൈക്കിൽ വരുന്ന 120 പേരുണ്ട്, നടന്നു വരുന്ന 20 പേരുണ്ട്, ബസ്സിൽ വരുന്ന 80 പേരുണ്ട്, കാറിൽ വരുന്ന 100 പേരുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടണം. അപ്പോൾ 0, 8, 2, 10, 2, 12, 2, 1, 3, 320 ഉണ്ട്. 320 ഈ ഫുൾ സർക്കിൾ എന്ന് പറഞ്ഞാൽ. 320. ഈ 320-ൽ നമുക്ക് 4 ചക്ര വാഹനത്തിൽ വരുന്നവരുടെ മധ്യകോണ ചോദ്യം. 4 ചക്ര വാഹനം ഇത്, അതിൻ്റെ മധ്യകോണ ചോദ്യം. അപ്പോൾ അത് എത്ര പേരാ? 100 പേര്. അപ്പോൾ 320-ൽ 100 നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ ആംഗിൾ കണ്ടെത്താൻ ഈ ഇതിൻ്റെ പെർസെൻറ്റേജ്, ഇതിൻ്റെ ഒരു പാർട്ട് ഭിന്നസംഖ്യ രൂപം എന്ന് പറഞ്ഞാൽ ഇത്രയും സാധനത്തിൻ്റെ ഭിന്നസംഖ്യ രൂപം എന്ന് പറഞ്ഞാൽ 320-ൽ 100 ഇതിൻ്റെ ആംഗിൾ കണ്ടെത്താൻ ഈ ഫുൾ റൊട്ടേഷൻ ആംഗിൾ എത്രയാണെന്നാണ്. അതുകൊണ്ട് ഇനി ഇതിനെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. അപ്പോൾ അതിൻ്റെ ആംഗിൾ എന്ന് പറഞ്ഞാൽ 360 കൊണ്ട് ഇനി ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കാരണം ഒരു സർക്കിളിൻ്റെ ഫുൾ ആംഗിൾ എന്ന് പറഞ്ഞാൽ 360 അല്ലേ. അതിൽ 320-ൽ 100 പാർട്ട് മാത്രമേ കാറിന് പോയിട്ടുള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? ഈ 0 കട്ട്. നമുക്ക് ഈ 360-നെ 32-നെ ഒരു 4 വെച്ച് കട്ട് ചെയ്യാം. 4, 8, 32. 90, 4, 36. ഈ 10-നെയും 8-നെ 2ആയിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ 5, ഇവിടെ 4. ഓക്കെ, അപ്പോൾ ഈ 90-നെയും ഈ 4-നെ 2ആയിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ 45, ഇവിടെ 2. അപ്പോൾ 45 × 5 225 എന്ന് വരും. 225-ൻ്റെ പകുതി 200-ൻ്റെ 100, 25-ൻ്റെ 12.5. അപ്പോൾ 112.5 ഡിഗ്രി എന്ന് വരും. നിർഭാഗ്യവശാൽ അങ്ങനൊരു സാധനം ഇല്ല. 112.5 ഡിഗ്രി ഉണ്ടോ? ഇല്ല. 112.5 ഡിഗ്രി അങ്ങനൊരു സാധനം ഇല്ല. സംഭവം മനസ്സിലായോ? അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി കാറും കൂടെ ചേർത്താണോ ഇനി അവർ ഉദ്ദേശിച്ച അല്ല ബസ്സും കൂടെ ചേർത്ത്? ബസ്സെന്ന് പറയുന്നത് 4 ചക്രമല്ലല്ലോ, 6 ചക്രമല്ലേ ബസ്സിന്? ബസ്സിൻ്റെ പുറകിൽ യഥാർത്ഥത്തിൽ 2 ചക്രം ഇല്ലേ? സോറി, 2 × 2 4 ചക്രം ഇല്ലേ ബസ്സിൻ്റെ പുറകിൽ? ഉണ്ട് ഇല്ലേ? അതോ ലോറിക്ക് മാത്രമേ ഉള്ളൂ? എന്തോ ഡൗട്ട്. ഒന്ന് കണ്ടുപിടിച്ച് നോക്കട്ടെ, ഓപ്ഷനിലുണ്ടോ എന്നറിയാം. അങ്ങനെ ബസ്സും കൂടെ ഉണ്ടായിരുന്നെങ്കിലേ, ഇപ്പോൾ ഇതിന് ഉത്തരവില്ല. ഇപ്പോൾ ബസ്സും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ വിചാരിക്കുക. ഇപ്പോൾ 150 പേരുണ്ട് മൊത്തത്തിൽ. മൊത്തം 320. അതിൽ 150 പേരും 4 ചക്ര വാഹനത്തിലാണ് വരുന്നത്. ഇനി അതിനെ ഒരു 360 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഈ 0 കട്ട്. 18-നെ 32-നെ 2ആയിട്ട് കട്ട് ചെയ്യുക. 9, 16. 360-നെ ഇതിനെ 4ആയിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ 4, 4, 16, 90. പിന്നെ 2ആയിട്ട് കട്ട് ചെയ്യാം. 2, 45. 45 × 90. ഇവിടെ 45 × 9 405 /2. അപ്പോൾ 405-ൻ്റെ പകുതി, 400-ൻ്റെ പകുതി 200. അപ്പോൾ 202.5. 202.5 ഉണ്ട് കേട്ടോ.
ഓപ്ഷനിലുണ്ട്. ഇനി ബസ്സിന് നിലവിൽ 4 വീലാണെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ. ഇത് ഞാൻ ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് ഒന്ന് നോക്കി വെക്കണ്ടായിരുന്നു. ഒറ്റ കാര്യം, ബസ്സിന് 4 വീലാണെങ്കിൽ ഇതാണ് ഉത്തരം. ബസ്സിന് 4 വീലല്ല എങ്കിൽ ഈ ചോദ്യത്തിന് ഉത്തരമില്ല. ക്ലിയർ അല്ലേ? അത്രയേ ഉള്ളൂ അതിൻ്റെ കഥ. ഓക്കെ, ബസ്സിന് 4 വീലാണോ എങ്കിൽ നിങ്ങളൊന്ന് പരിശോധിച്ചേക്കാം. 4 വീലാണെങ്കിൽ ഇത് തന്നെയാണ് നമ്മുടെ ഉത്തരം, 202.5. അപ്പോൾ അടുത്തത്, 100 പേർ ഒരു സ്പെൽ ബി മത്സരത്തിൽ പങ്കെടുത്തു. ഓരോ റൗണ്ടിലും 2 പേർ പരസ്പരം മത്സരിക്കുന്ന റൗണ്ടുകൾ നടന്നു. ഓരോ റൗണ്ടിന് ശേഷവും റൗണ്ടിലെ തോൽവി മത്സരത്തിൽ നിന്ന് പുറത്താകുകയും റൗണ്ടിലെ വിജയി ഗെയിമിൽ തുടരുകയും ചെയ്യും. എന്തോന്ന് പറയട്ടെ, 100 പേരുണ്ട്. അപ്പോൾ 100 പേര് ഗെയിമിൽ പങ്കെടുത്തു. 2 പേരുള്ള മത്സരം നടക്കുക. അപ്പം ആ ആദ്യത്തെ 2 പേര്, 100 പേരിൽ ആദ്യത്തെ 2 പേര് മത്സരിക്കുന്നു. അതിൽ തോറ്റ ആളെ അങ്ങ് പറഞ്ഞു വിടും, ജയിച്ച ആൾ അടുത്ത ആളുമായിട്ട് മത്സരിക്കും. ഓക്കെ, പിന്നെ അതിൽ ജയിച്ച ആളെ നിലനിർത്തിയിട്ട് തോറ്റ ആളെ പറഞ്ഞു വിടും, അടുത്ത ആളുമായിട്ട് മത്സരിക്കും. അങ്ങനെ തുടരാം. റൗണ്ടുകളൊന്നും സമനില അല്ലെങ്കിൽ സമനിലയിൽ കലാശിച്ചില്ലെങ്കിൽ അന്തിമ വിജയെ തീരുമാനിക്കുക എത്ര റൗണ്ടുകൾ കളിച്ചു. അപ്പോൾ അവസാനം ഒരു വിജയി വരത്തില്ലേ, അതിനകത്ത് എത്ര റൗണ്ടുകൾ കളിച്ചെന്നാ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 1, 2, 3 അങ്ങനെ നിൽക്കുക. ഒന്നാമത്തെ ആൾ എ ആണെന്ന് വിചാരിച്ചോ. അങ്ങനെ പോയി 100 പേരുണ്ട്. അപ്പോൾ ഈ 100ാമത്തെ ആളിനെ ഞാൻ തൽക്കാലം ഇസഡ് എന്ന് വിളിക്കുക. ഇസഡ് 26ാമത്തെ ലെറ്റർ ആണെങ്കിൽ പോലും 100ാമത്തെ ആളെ ഞാൻ ഇസഡ് എന്ന് ചുമ്മാ വിളിക്കുക. അപ്പോൾ ഈ എ എന്ന് പറയുന്ന ആൾ 2ാമത്തെ ആളുമായിട്ട് കളിച്ച്, ഈ എ തന്നെ സർവശക്തന് നിങ്ങൾ താൽക്കാലികമായിട്ട് വിചാരിക്കുക. അപ്പോൾ എ 2ാമത്തെ ആളുമായിട്ട് കളിച്ച്, അപ്പോൾ 2ാമത്തെ ആളുമായിട്ട് കളിക്കുമ്പോൾ 2ാമത്തെ ആളങ്ങ് തോറ്റുപോകും. എ സർവശക്തനല്ലേ. ഈ 3ാമത്തെ ആളുമായിട്ട് കളിച്ച്, അപ്പോൾ ആ 3ാമത്തെ ആളും തോറ്റുമെന്ന് വിചാരിച്ചോ. അപ്പോൾ എ തന്നെ അവിടെ തുടർന്നുകൊണ്ടേ ഇരിക്കത്തില്ലേ. അങ്ങനെ എ ലാസ്റ്റ് ഈ 100ാമത്തെ ആളുമായിട്ടും കളിച്ച് അയാളും അങ്ങ് തോറ്റുപോയി. അപ്പം എ തന്നെ വിജയം അങ്ങ് മാറത്തില്ലേ. എ സ്ട്രോങ്ങസ്റ്റ് ആളാണെന്ന് വിചാരിച്ചോ നിങ്ങൾ. ഓക്കെ, ഇനി എക്ക് പകരം വേറൊരാളാണെങ്കിൽ അയാൾ. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പം ഈ എ എന്ന് പറയുന്ന അപ്പോൾ എത്ര മത്സരം നടത്തിക്കാണ്, എ സ്ട്രോങ്ങസ്റ്റ് പേഴ്സൺ ആണെന്ന് വിചാരിച്ചോ. അയാളാണ് ജയിക്കുന്നതെല്ലാം. അപ്പോൾ അയാളെ വെച്ച് നമ്മളങ്ങ് ആരംഭിക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചോ. അപ്പോൾ എ എത്ര പേരോടൊപ്പം മത്സരിക്കും? എ എന്ന് പറഞ്ഞാൽ ബാക്കി 99 പേരെയും തോപ്പിക്കത്തില്ലേ. അപ്പോൾ അവിടെ 99 കളി കളിച്ചാൽ പോരെ, 99 എണ്ണം. അപ്പോൾ ഓപ്ഷൻ ഡി 99. ക്ലിയർ അല്ലേ? ഇനി അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്, അവസാന ചോദ്യം. താഴെയുള്ള ചിത്രത്തിൽ AC എന്നത് വൃത്തത്തിൻ്റെ വ്യാസമാണ്. ഇത് വൃത്തത്തിൻ്റെ വ്യാസമാണ്. AB 12 സെൻറ്റിമീറ്റർ ആണ്. ഇത് 12 സെൻറ്റിമീറ്റർ. AB 12 സെൻറ്റിമീറ്റർ. BC 5 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ AC കണ്ടുപിടിക്കാം. AC എങ്ങനെ കണ്ടുപിടിക്കുന്നത്? പൈതോറസ് തിയറം ഉപയോഗിച്ച് കണ്ടുപിടിച്ചാൽ മതി. പൈതോറസ് തിയറം അനുസരിച്ച് AC എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ഇതിൻ്റെ സ്ക്വയർ പ്ലസ് ഇതിൻ്റെ സ്ക്വയറാണ്. 12ൻ്റെ സ്ക്വയർ പ്ലസ് 5ൻ്റെ സ്ക്വയർ. അതെന്തുകൊണ്ട് അങ്ങനെ? കാരണം ഇത് വ്യാസമായതുകൊണ്ട് AC വ്യാസമാണെന്ന് തന്നിട്ടുണ്ട്. വ്യാസത്തിൻ്റെ എൻഡ് പോയിന്റിൽ നിന്ന് പോയേക്കുന്ന ആംഗിള് എപ്പോഴും 90 ആയിരിക്കും. അപ്പോൾ ഇത് 90 ആണെങ്കിൽ ഉറപ്പായിട്ട് ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിരിക്കും. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ ഇയാൾ ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും. അപ്പോൾ ഹൈപ്പോട്ടന്യൂസിൻ്റെ നീളം കണ്ടെത്താൻ റൂട്ട് ഓഫ് ഇതിൻ്റെ സ്ക്വയർ പ്ലസ് ഇതിൻ്റെ സ്ക്വയർ ചെയ്താൽ മതി. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ റൂട്ട് ഓഫ് 144 പ്ലസ് 25, അങ്ങനെ റൂട്ട് ഓഫ് 169, അങ്ങനെ നമുക്ക് 13 എന്ന് കിട്ടും. അപ്പോൾ ഇയാൾ 13. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എന്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? അത്രയും നമ്മൾ വായിച്ചോളായിരുന്നു. ഷെയ്ഡ് ചെയ്ത ഭാഗത്തിൻ്റെ വിസ്തീർണം. ഈ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിൻ്റെ വിസ്തീർണം എങ്ങനെയാണ് കണ്ടെത്തുന്നത്? ഈ വൃത്തത്തിൻ്റെ വിസ്തീർണം ഫുള്ള് കണ്ടുപിടിച്ചിട്ട് ഈ ട്രയാങ്കിളിൻ്റെ വിസ്തീർണം വെട്ടിക്കളഞ്ഞാൽ പോരെ. ഓക്കെ, കളയാം. ആദ്യം ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ. ട്രയാങ്കിളിൻ്റെ ഏരിയ ഇവിടെ നിങ്ങൾ ഹാഫ് BH ചെയ്താൽ മതി. ഹാഫ് ഇൻറ്റു ബേസ് എത്ര? ട്രയാങ്കിളിൻ്റെ ബേസ് ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ബേസും ഹൈറ്റും ഈ ഹൈപ്പോട്ടന്യൂസ് അല്ലാത്ത 2 സൈഡുകൾ എടുത്താൽ മതി കേട്ടോ. 12, 5. ഇപ്പോൾ 2ഉം 12 കൂടെ കട്ട് ചെയ്ത് 6, 5, 30 എന്ന് കിട്ടും. അപ്പോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ 30. ഇനി സർക്കിളിൻ്റെ ഏരിയ ഒന്ന് കണ്ടുപിടിക്കാം. ഏരിയ ഓഫ് സർക്കിള്. ഏരിയ ഓഫ് സർക്കിൾ എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്, πr². പൈയുടെ വില കൊടുക്കാം, 3.14 കൊടുക്കാം കേട്ടോ. ഇൻറ്റു 6. 6 എന്ന് പറഞ്ഞാൽ എത്ര? 6 എന്ന് പറഞ്ഞാൽ 6 മൊത്തം ഡെസിമല 22/7 എടുത്താലോ.
6 എന്ന് പറഞ്ഞാൽ ഇത് AC 13, അതിൻ്റെ പകുതിയാണ് 6 എന്ന് വെച്ചാൽ 13/2, അതാണ് 6 എന്ന് പറഞ്ഞാൽ. അതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പം ഇൻറ്റു 13/2, 22/7. ഇത് മതി. 13/2 എന്ന് പറഞ്ഞാൽ 3.14 ഇൻറ്റു 13/2 എന്ന് പറഞ്ഞാൽ 6.5. അപ്പോൾ 6.5 ഇൻറ്റു 6.5. 22/7 കൊടുത്ത് 22/7 കൊടുക്കാം കേട്ടോ. അതാ നമുക്ക് ഇച്ചിരി കൂടെ ഒന്ന് ഇതൊക്കെ ഇട്ട് മൾട്ടിപ്ലൈ ഉണ്ടേ. അപ്പം പൈയുടെ വില ഞാൻ തൽക്കാലം 22/7 കൊടുക്കുക. ഇനി നമുക്കിതങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. 13 × 13, ഈ 2ഉം 22 കൂടെ കട്ട് ചെയ്ത് 11 വരും. ഓക്കെ, 13 × 13 169. 169 × 11 എന്ന് പറഞ്ഞാൽ 9 9 6 6 1 9 9 6 6 1 9 9 9 6 15 1 6 2 8 1. അപ്പോൾ ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ആയപ്പം 13 × 13 × 11 എന്ന് പറഞ്ഞാൽ 1859 ബൈ 2 × 7 14. ഓക്കെ, ഇനി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. നമുക്ക് ഈ 1859 14 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1859 14 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1 14 14 4 5 14 3 42. അപ്പം 42 ൽ നിന്ന് 3 39. 14 ഇൻറ്റു 2 28. ബാക്കി 1 11. പിന്നെ ഡെസിമൽ കൊടുത്തു കഴിയപ്പം 114 ഇൻറ്റു 8 എന്നടിച്ച് നോക്ക്. 8 4 32 3 8 8 9 10 11 112 ആയിപ്പോൾ. 110 അപ്പോൾ 7. ഓക്കെ, 7 മതി, ഇത്രയൊക്കെ മതി. അപ്പോൾ 132.7 132.7. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഓപ്ഷൻ പ്രകാരം 0.7 കഴിഞ്ഞിട്ട് 3 എല്ലായിടത്തും നിൽക്കുന്നത്. അപ്പോൾ ഞാനത് വിശ്വസിച്ചൊരു 3 കൂടെ കിട്ടും. ഓക്കെ, അപ്പോൾ സർക്കിളിൻ്റെ ഫുൾ ഏരിയ എന്ന് പറഞ്ഞാൽ 132.73. ക്ലിയർ അല്ലേ? ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 30. അപ്പോൾ ആ 30 ഞാൻ കളഞ്ഞാൽ പോരെ. അപ്പോൾ 132 നിന്ന് 30 പോയാൽ 102 വരത്തില്ലേ? 0.73. അപ്പോൾ ഇതായിരിക്കും ഫുൾ സർക്കിളിൻ്റെ ഏരിയ എന്ന്. ട്രയാങ്കിളിൻ്റെ ഏരിയ മാറ്റിയാൽ നിങ്ങൾക്ക് ഈ ഷെയ്ഡ് ചെയ്ത റീജിയൻ കിട്ടും. 102.73. 102.73 ഓപ്ഷൻ ബി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇച്ചിരി കുഴപ്പം പിടിച്ച ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ബസ്സിന് എത്ര വീലുണ്ടെന്നുള്ള കാര്യത്തിൽ ക്ലാരിറ്റി വരുത്താൻ മറന്നുപോയി. അപ്പോൾ അതിങ്ങനൊരു പ്രശ്നമേ ഉള്ളായിരുന്നു. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ബസ്സിന് 4 വീലാണെങ്കിൽ ഓപ്ഷനിൽ ഉത്തരവില്ല. അല്ല, ഓപ്ഷനിൽ ഉത്തരവുണ്ട്. ബസ്സിന് 6 വീലാണ്